ഓക്കേ. അത് ചോറല്ല, അറ്റത്ത് നിൽക്ക്. അറ്റത്തുനിന്ന് അതിന് കൂടെ മറ്റേതുണ്ട്. രാശ വേണമെങ്കിൽ മറ്റേ ഇവിടെ ഇരുന്നോ, സോഫയിലിരുന്നോ? രാശേ സോഫയിലിരിക്കേ. രാശ സോഫയിലിരുന്നോ? ഇനി അടുത്തത് കുറച്ചിട്ടു. ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ലേ. ഉപ്പ് കറിയാ വെച്ചോട്ടെ, കഴിക്കില്ല. കൂട്ടുകറി ഫുഡാണ്. ഫുഡ് 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 തണുത്തിട്ട് കളരെന്താ കറുപ്പ് കളർ കളർ. ഓക്കെ, ഒരു കളർ. അച്ഛനും മകനും നിറയെ വേണ്ട. കുറച്ച് കുറച്ച് ഭാഷയ്ക്ക് വിളമ്പുറയിലേക്ക് നല്ല നോട്ടം. നമ്മളാടെ അവിടെ അതിന് പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കാം. മതിയെന്ന് പറയാൻ പാടില്ല. ഞാൻ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് അല്ലേ രാക്കോ? മുളകും പപ്പടം അതിന്റെ ആ മുകളിൽ താഴെ കൂടെ एक रिप्लेसमेंट बनाई है जो हमेशा
അത്ര ഉണ്ടാക്കാച്ച പിന്നെ ഇപ്പൊ വളർത്താൻ നേരക്കോ എന്താ മതി മതി എന്ന് പറയാത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതല്ലേ വിഷു അല്ലേ ചാക്കോനൊക്കെ ഇഷ്ടല്ലേ ചോറില് പൊടിച്ച് കഴിക്കണം കേട്ടോ. ചില്ലിയാണ് ഇട്ട പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്ക്. പായസം ഒഴിച്ചു വെച്ച ചൂടാണ് അതിനെ മറ്റേ ഗ്ലാസ് എടുക്കായിരുന്നല്ലോ അതിന്റെ ഗ്ലാസ്സിന് ഇല്ലായിരുന്നു. ആ ഞാൻ ഗ്ലാസ്സിന്റെ പറഞ്ഞു ഇന്നലെ പക്ഷെ കഴിച്ച അതിൽ ആ സ്വർണ്ണം മാറ്റി വെച്ചേട്ടാ. അവിടെ വെച്ചോ സൈഡിൽ വെക്കി വയസ്സ് ഇത്രയേ ഉള്ളൂ അല്ല അത് പാത്രം വലുതാണേ നീ ആദ്യം ചോറ് ചോറ് കഴിച്ച് കഴിയുമ്പോ കറിയിട്ടാ. ഓക്കെ cheers പപ്പടം മറ്റേ ബാക്കി കവറിൽ കെട്ടിയിട്ട് തോന്നി കൺട്രോൾ ചെയ്യും. ഞാൻ ഇപ്പൊ തീരില്ലേ പപ്പടം മുഴുവൻ രസം താങ്ക് യു അത് നമ്പർ ടൈപ്പ് ചെയ്യുക 806 ഹോസ്പിറ്റലുകൾക്കൊപ്പം 3876 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫൈനാൻസ് മുഖേന വാങ്ങുമ്പോൾ 3000 രൂപയുടെ ക്യാഷ് ബാക്ക് സൗജന്യമായി നേടും. ഇപ്പോൾ മഴവിൽ ഫ്ലവേഴ്സ് അതെ 806 വെച്ചോളൂ. പുതുവത്സരാശംസ ഏവർക്കും K7 ആന്റി വൈറസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. മഹേന്ദ്ര
പംസിന്റെ വിഷു ആശംസകൾ. 3 തലമുറയുടെ വിശ്വാസം. ഇതുപോലെ തന്നെ വരുമോ? പ്രോമിസ്. എക്സ്പെർട്ടിന്റെ പ്രോമിസ് മാത്രമാണ് വിശ്വസിക്കുന്നത്. പെർഫെക്റ്റ് കളർ ഫിനിഷ് അഥവാ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ പ്രോമിസ്. ഏവർക്കും റോപ്പിന്റെ വിഷുദിനാശംസകൾ. ബാക്ടീരിയയും വൈറസും സഹിക്കാൻ പറ്റുന്നില്ലേ? ഇതിനും ബജാജ് ഫാൻസ് ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ ബൈഡാസ്റ്റ് ഫീച്ചർ സഹിതം. ഇത് വൈറസ്, ബാക്ടീരിയ, പൊടി എന്നിവയെ ഫാനിൽ പറ്റിപ്പിടിച്ചിരിക്കുവാൻ അനുവദിക്കില്ല. വേദനയിൽ നിന്നും ഉടനടി ആശ്വാസത്തിന് ഓയിൽ. എല്ലാ മലയാളികൾക്കും കേരള മാക്സിവയുടെ വിഷു ആശംസകൾ. കേരള മാക്സിവ ഗോൾഡ് ലോൺ. വാർത്തകൾ തുടർന്ന് തിരുവനന്തപുരം പാലോട് ഇടിമിന്നലിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, ഒരാൾ മരിച്ചു. തൊഴിലാളി സുശീലയാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പടക്ക നിർമ്മാണശാല ഉടമ സൈലസ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ബിജി തോമസ് നൽകും. ബിജി, എന്താണ് സംഭവിച്ചത്? പാലോട് ചൂടൽ എന്ന പ്രദേശത്ത് ആണ് ഈ സംഭവം. വൈകിട്ട് 3:30യോടെയാണ് ശക്തമായ മിന്നലും മഴയും ഒക്കെ പ്രദേശത്തുണ്ടായിരുന്നു. ആ മിന്നലേറ്റ ഈ പടക്ക നിർമ്മാണശാലയിൽ മിന്നലേൽക്കുകയായിരുന്നു. ഈ മിന്നലിൽ നിർമ്മാണശാലയ്ക്കകത്ത് ഉണ്ടായിരുന്ന പടക്കങ്ങൾ മുഴുവനും പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവിടുത്തെ തൊഴിലാളിയായ ചൂടൽ സ്വദേശി സുശീലയാണ് മരിച്ചത്. അതിന്റെ ഉടമ സൈലസിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു. ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ, ഈ സൈലസിന്റെ ഉടമസ്ഥയിലുള്ള ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഇത് ലൈസൻസ് ഉണ്ടായിരുന്നതാണ്. ഈ സമയത്ത് ഈ മിന്നൽ ഈ പടക്ക നിർമ്മാണശാല കേട്ടതാണ് ഇത്തരത്തിൽ വലിയൊരു അത്യാഹിതത്തിന് ഇടയാക്കിയത്. ശരി. മംഗളൂരു ബോട്ട് അപകടത്തിന് കാരണം മീൻപിടുത്ത ബോട്ട് കപ്പൽച്ചാലിലേക്ക് നിയന്ത്രണം വിട്ട് കയറിപ്പോയതുകൊണ്ടെന്ന് കോസ്റ്റൽ പോലീസ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. കാണാതായ 9 മത്സ്യത്തൊഴിലാളികൾക്കായി തീരസംരക്ഷണ സേന തിരച്ചിൽ തുടരുന്നതിനിടെ പാതി തകർന്ന ബോട്ടിന്റെ ഭൂരിഭാഗവും കടലിൽ മുങ്ങിയത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അപകടമുണ്ടായത്. ബോട്ട് നിയന്ത്രണം വിട്ട് കപ്പൽച്ചാലിലേക്ക് കയറിയാണ് വിദേശ ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ചത്. ചരക്കു കപ്പലിൽ പോയി ഇടിക്കുകയായിരുന്നോ, ബോട്ട് കപ്പലിൽ ഇടിച്ചു മറിയുകയായിരുന്നു എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി തന്നെ ബോട്ടിന്റെ മുക്കാൽ ഭാഗവും മുങ്ങിയിരുന്നു. രാവിലെയോടെ ബോട്ട് ഏതാണ്ട് പൂർണ്ണമായി മുങ്ങിയ നിലയിലായി. ബോട്ടിന് താഴെയുള്ള ഭാഗത്തെ ക്യാബിനിൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. പലകകളിലോ ദീപകളിലോ പിടിച്ചു കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ കേരള തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ കാസർഗോഡ് കോസ്റ്റൽ പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട്. അപകടത്തിൽ 3 പേരാണ് ഇതിനകം മരിച്ചത്. 2 പേരെ നിസ്സാര പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരെല്ലാം തമിഴ്നാട്, ബംഗാൾ സ്വദേശികളാണ്. മംഗളൂരു പുറംകടലിൽ 51 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. മനോരമ ന്യൂസ്, കാസർഗോഡ്. വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ എത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനം ഒരുക്കിയത്. ഇന്നലെ അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാർ മുഖമണ്ഡപത്തിൽ പൊൻതിടം അലങ്കരിച്ച് അതിനു മുന്നിൽ ഊട്ടുരുളിയിൽ കണിക്കോപ്പുകൾ ഒരുക്കി. ഇന്ന് പുലർച്ചെ 2:15 മേൽശാന്തി ശങ്കരനാരായണ പ്രമോദ് നമ്പൂതിരി ശ്രീലകത്ത് പ്രവേശിച്ച് നെയ് നിറച്ച നാളികേരമുറിയിൽ അരിത്തിരിയിൽ അഗ്നി പകർന്ന് ആദ്യം ഗുരുവായൂരപ്പന് വിഷുക്കണി കാണിച്ചു. തൃക്കൈയിൽ വിഷുക്കൈനീട്ടം സമർപ്പിച്ചു. പിന്നീട് കൃത്യം 2:30 ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തരെ വിഷുക്കണി ദർശനത്തിനായി പ്രവേശിപ്പിച്ചു. നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കാത്തതിനാൽ പുറത്തുനിന്നാണ് ഭക്തർക്ക് തൊഴാനും വിഷുക്കണി ദർശിക്കാനും കഴിഞ്ഞത്. 1 മണിക്കൂർ നേരമായിരുന്നു വിഷുക്കണി ദർശനം.
പിന്നീട് തൈലാഭിഷേകവും വാഗച്ചാർത്തും കഴിഞ്ഞ് പതിവ് ചടങ്ങുകളിലേക്കും കടന്നു. വിഷുക്കണി ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി ക്ഷേത്രത്തിലെത്തിയത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാത്തവർക്ക് കിഴക്കൻ നടയിലെ ദീപസ്തംഭത്തിനരികിൽ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ അനുവദിച്ചു. വിഷു ദിവസം ഉച്ചപൂജയ്ക്ക് വിശേഷ വിഭവങ്ങളാണ് ഗുരുവായൂരപ്പന് നിവേദ്യമായി സമർപ്പിക്കുക. രാത്രി വിഷുവിളക്കും ഉണ്ടാകും. മനോരമ ന്യൂസ്, തൃശൂർ. ശബരിമലയിൽ വിഷുക്കണി ദർശിച്ച ഭക്തർ പുലർച്ചെ 5 മണി മുതൽ 7 മണി വരെയായിരുന്നു ദർശനം. തന്ത്രിയും മേൽശാന്തിയും വിഷുക്കൈ നീട്ടം നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ദർശനം. പുലർച്ചെ 5-ന് നട തുറന്ന് തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ജയരാജ് പോറ്റിയും ചേർന്ന് നെയ്വിളക്ക് തെളിയിച്ച് ആദ്യം അയ്യപ്പന് വിഷുക്കണി കാണിച്ചു. തുടർന്ന് ശരണം വിളികളോടെ ഭക്തരും കണി ദർശിച്ചു. ഭക്തർക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കൈ നീട്ടം നൽകി. സമൃദ്ധിയുടെ നല്ല നാളുകൾക്കായി വിഷു ദിനത്തിൽ അയ്യപ്പ ദർശനം നടത്തിയാണ് ഭക്തർ മലയിറങ്ങുന്നത്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി 18-ന് രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കും. മനോരമ ന്യൂസ്, പത്തനംതിട്ട. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷു എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും നൽകട്ടെ എന്ന് രാഷ്ട്രപതി ആശംസിച്ചു. പുതുവർഷം ആയുരാരോഗ്യവും സന്തോഷവും നൽകട്ടെ എന്നും മോദി ട്വിറ്ററിൽ കുറിച്ചു. പുതുവർഷം ഐശ്വര്യവും ആരോഗ്യവും സമാധാനവും നൽകട്ടെ എന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ ആശംസിച്ചു. മമതാ ബാനർജിയുടെ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് എംപിയും ബിജെപിയുടെ മുൻനിര സ്ഥാനാർത്ഥിയുമായ ലോക്കറ്റ് ചാറ്റർജി മനോരമ ന്യൂസിനോട്. ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്നും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി അംഗം കൂടിയായ ലോക്കറ്റ് ചാറ്റർജി കുറ്റപ്പെടുത്തി. ജയ് ശ്രീറാം വിളിയിലൂടെ ജനം അവരുടെ ഉള്ളിലെ നിരാശയും രോഷവുമാണ് പ്രകടിപ്പിക്കുന്നത്. മമത ഇതിനെ ചീത്തവിളിയായി കാണുകയാണെന്നും ലോക്കറ്റ് ചാറ്റർജി പറഞ്ഞു. മമതാ ബാനർജി എന്ന പെൺപോരാളിക്ക് ബിജെപിയുടെ മറുപടിയാണ് ലോക്കറ്റ് ചാറ്റർജി. അണികളുടെ ദീദിർ ലോക്കറ്റ് 2019 ഡൽഹിയിൽ നിന്ന് ജയിച്ചു. हम लोग मोदी जी का नेतृत्व में सुना मामला होगा, इसलिए हम लोग लड़ रहा है. अभी परिस्थिति बहुत ही अच्छा है. മമതയുടെ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ആരോപണം. 10 साल हो गया महिला लोग सबसे ज्यादा असुरक्षित है और वुमेन ट्रैफिकिंग में सबसे आगे बंगाल है और नारी का अत्याचार में महिला के ऊपर अत्याचार में सबसे आगे बंगाल है. ബംഗാളി നടിയായ ലോക്കറ്റ് ചാറ്റർജി 2012-ൽ തൃണമൂൽ കോൺഗ്രസിലെ താര സാന്നിധ്യമായി. 2015-ൽ ബിജെപിയിലെത്തി. ജനം ജയ് ശ്രീറാം വിളിക്കുമ്പോൾ മമത അസ്വസ്ഥയാകുന്നുവെന്ന് ലോക്കറ്റ് ചാറ്റർജി. बंगाल में इतना सबका ऊपर अत्याचार हुआ है कि जय श्री राम एक वर्ड हो गया है ये, कि जय श्री राम बोल के उसका जो नाराज है, उसका जो अंदर में जो क्षोभ है, उसका प्रतिवाद का भाषा है ये जय श्री राम. इसलिए आप सब जगह में देख रहे हैं कि ममता बनर्जी जय श्री राम सुन के तो थोड़ा सा उसको गाली लगता है ये. വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ ബിജെപി നേതൃത്വം തീരുമാനിച്ചാൽ ലോക്കറ്റ് ചാറ്റർജി തന്നെയാണ് ആദ്യ പരിഗണന. അഭിനേത്രി എന്ന നിലയിലെ ജനപ്രീതി, രാഷ്ട്രീയ രംഗത്തെ അനുഭവ പരിചയം, ബിജെപിയുടെ സംഘടനാ പാഠവും എല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ പരിവർത്തനമാണ് ലോക്കറ്റ് ചാറ്റർജി കണക്കുകൂട്ടുന്നത്. ചുൽച്ചുറയിൽ നിന്നും ക്യാമറമാൻ സിആർ രജിത്തിനൊപ്പം ടി വി അനൂപ്, മനോരമ ന്യൂസ്. കൂടുതൽ റിപ്പോർട്ടുകൾ ഇടവേളയ്ക്ക് ശേഷം. ചോദിക്കാനും പറയാനും ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. MCS സൺലൈറ്റ് ഫാൻസി ഷർട്ട്. ഇത് ഷർട്ട് അല്ല, സയൻസ്. ബ്രൂം എക്സ്പോർട്ട് ബന്ധങ്ങൾക്ക് ദൃഢത കൈവരിക്കും. ലൗലി വെയർ. രാജ്യത്ത് വീണ്ടും പിടിമുറുക്കി കോവിഡ്. നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി. ബോബി ബസാർ. തുരുമ്പിനെ തുരത്തുവാൻ ആംഗോസ് ആംബോക്സി. കരുത്തും കൃത്യതയും ജയിലിൽ മാത്രം. നിനക്ക് നിന്റെ തൊഴിഞ്ഞു പോയി ഞാൻ ജലം ചെയ്തിരുന്നില്ലേ? കാണൂ ജോജി ആമസോൺ പ്രൈം വീഡിയോ ഹിമത്തം. ഒരു ഡിസൈനിനെ അതുല്യമാക്കുന്നതെന്താണ്? അതിനെ ഒരു കലാസൃഷ്ടിയാക്കുന്നതെന്താണ്? ലാളിത്യവും ചാരുതയുമാണ് ഒരു ഡിസൈനിനെ മാസ്റ്റർ പീസ് ആക്കുന്നത്. ഇത് നിങ്ങളുടെ AC സുന്ദരമാക്കുന്നു.
AC stabilizer from V-Guard, the better half of your AC. What inspires us has to be unique, right? Kia, movement that inspires. Cycle pure അകൽപ്പത്തികൾ ചോറ് കറി നിങ്ങൾക്ക് മിക്സ് ആശംസിക്കുന്നു. ആരോഗ്യവും സമ്പത്തും സന്തോഷവും നിറഞ്ഞ ഒരു ഉത്സവം. സൈക്കിൾ പ്യൂർ അകൽപ്പത്തികൾ. അദ്ദേഹത്തിന് അത്രയും വരുന്നു. ഞങ്ങളുടെ സ്നേഹം ഭക്ഷണത്തിലെ ശ്രേഷ്ഠമുള്ളതാക്കുന്നതുപോലെ ഞങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ പൂർണ്ണ നിലനിർത്തുന്നു. പെർഫെക്റ്റ്. ലിബേറിന്റെ ഈസി ഫ്രഷ് ടെക്നോളജി ഭക്ഷണ പദാർത്ഥങ്ങളിൽ അനുയോജ്യമായ താപനിലയും ഈർപ്പവും നിലനിർത്തി കൂടുതൽ സമയം ഫ്രഷ് ആയിരിക്കും. ലവ് ഫുഡ്, ലവ് ലിബേർ. റോക്കിന്റെ വിശുദ്ധിനാശംസകൾ. matchmoney.com വഴി ശരണയും പിന്നെ കുറച്ച് ഡിസിപ്ലിൻ എന്റെ ലൈഫിലേക്ക് വന്നു. ബന്ധങ്ങൾ വഴി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ അസുഖങ്ങൾ വരുന്നത് ഒരിക്കലും കഥകൾ മുട്ടി വിളിച്ചിട്ടില്ല. ദുരിതങ്ങൾക്ക് പണക്കാർ, പാവപ്പെട്ടവർ എന്ന വേർതിരികൾ. എന്നാൽ യാതൊരു വേർതിരിവുകളുമില്ലാതെ നിങ്ങളുടെ വിലാപം കേൾക്കാൻ മാൻകൈൻഡ് ഫാർമ. അവർ എപ്പോഴും ശ്രമിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്നതും എന്നാൽ മികച്ച ഗുണനിലവാരമുള്ള മരുന്നുകൾ. ഒരുപക്ഷെ ഇതാവാം വെറും 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ മികച്ച 4 ഫാർമ കമ്പനികളിൽ ഒന്നായി ചോറ് മൊത്തം കൂട്ടിയേക്കും. ചോറ് സാധനങ്ങളൊക്കെ മാറ്റി ചോറ് മൊത്തം കൂട്ടിയിട്ട് ഇതൊക്കെ ചുമ്മാ ഓരോ കണ്ടിട്ടല്ലേ നമുക്കറിയാതെ എന്തെങ്കിലും വെണ്ടയ്ക്കൊന്നും കഴിക്കാത്ത അടുത്തല്ലോ. സുരേഷേ, ഈ ഗോൾഡ് മാർക്കറ്റ് മാർക്കറ്റിന്റെ കാര്യം എനിക്കറിയും. പ്രീതിയുടെ ഫിക്സ് അവിടുന്ന് എടുത്തു. മലയാളിക്ക് സംശയമില്ല. അവരുടെ സ്വർണം 100% BIS ഹോൾമാർക്ക് മുദ്രയോടെ ഉത്തരവാദിത്വത്തോടെ തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് മനസ്സ് പോലെ ശുദ്ധമാണ് അവരുടെ സ്വർണം. Absolutely. പിന്നെ അങ്കിൾ, സ്വർണം എപ്പോഴും സ്പെഷ്യലാണ്. ഏറ്റവും പ്രധാനം അതിന്റെ മുതൽ വിൽക്കുന്നത്. ഉണ്ടെങ്കിൽ റേറ്റ് തീർച്ചയായിട്ടും കൂടും. ഒരൊറ്റ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഇന്ത്യ മുഴുവനും. പിന്നെ ഇത് കൺകെട്ടുമായ കാലം ഒന്നല്ല. ഉത്തരവാദിത്തത്തോടെ ശേഖരിക്കുന്ന സ്വർണം ഒരേ ഇന്ത്യ ഗോൾഡ് റേഞ്ച്. ഇത് മലബാറിന്റെ പ്രോമിസ്. കസവുമുണ്ട്. കേരള സ്പെഷ്യൽ സെറ്റ് സാരി. കേരള സ്പെഷ്യൽ ലഞ്ച് ഇസ് റെഡി. സത്യ കേരള സ്പെഷ്യൽ ലഞ്ച്. Your summers are also Kerala special. How did you it? Oh, Shasha, Lloyd Intelligence is like Kerala special is. ഇതിലെ ഇന്റലിജൻസ് ചൂടിനൊപ്പം ഹ്യൂമിഡിറ്റി ബാലൻസ് ഓട്ടോമാറ്റിക്കലി. വെറും കൂളിംഗ് അല്ല, എന്റെ വീടിന്റെ പെർഫെക്റ്റ് AC. എന്റെ വീടെന്ന് പറഞ്ഞാൽ കേരളം. ഏവർക്കും ആന്റി വൈറസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. Save water, save earth. ക്യാപ്റ്റനോടൊപ്പം മിനാർ TMT Temco 500T. അതെന്താ കാണാം. കപ്പലുമായി കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ പെരുകുമ്പോഴും സംസ്ഥാനത്തെ ഭൂരിഭാഗം മത്സ്യബന്ധന ബോട്ടുകളും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറത്ത്. ഭാരിച്ച പ്രീമിയം തുകയാണ് നിന്നും ഉടമകളെ പിന്തിരിപ്പിക്കുന്നത്. ഇല്ലാത്തതിനാൽ ജീവൻ നഷ്ടമാകുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരവും ലഭിക്കില്ല. ഒരു തരത്തിലുമുള്ള സാമ്പത്തിക പരിരക്ഷയുമില്ലാതെയാണ് പാവപ്പെട്ട തൊഴിലാളികൾ ഉൾക്കടലിലേക്ക് പോകുന്നത്. മത്സ്യബന്ധനം നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അംഗമാകാനാവില്ല. തൊഴിലാളികളിൽ വലിയ ശതമാനം ഇതര സംസ്ഥാനക്കാരാണ്. ജീവൻ നഷ്ടമായാൽ ബോട്ടുടമകൾ നൽകുന്ന തുകയല്ലാതെ കുടുംബത്തിന് മറ്റൊരാശ്വാസവുമില്ല. ഒരു ബോട്ടിന് ശരാശരി 1.5 കോടിയോളം രൂപ വിലവരും. ആളുകൾ ചേർന്നാണ് പലപ്പോഴും ഒരു ബോട്ട് വാങ്ങുന്നത്. ബോട്ടിന്റെ വിലയുടെ 10% തുകയാണ് ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഭാരിച്ച പ്രീമിയം തുക ഇൻഷുറൻസ് എടുക്കുന്നതിൽ നിന്നും ബോട്ടുടമകളെ സർക്കാരും ബോട്ടുടമകളും സംയുക്തമായുള്ള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. അപകടത്തിൽപ്പെട്ട ബോട്ടുകൾ പലപ്പോഴും പൂർണ്ണമായി തകരും. ഇതിന് ഉടനടി നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ബോട്ടുടമകൾ പറയുന്നു. അതുപോലെ തന്നെ ഈ മുങ്ങിപ്പോയ ബോട്ടുകൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും സർക്കാർ
ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടില്ല. KM ബിജു, മനോരമ ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി കട്ടപ്പനയിൽ വീട് നിർമ്മാണത്തിന് വനംവകുപ്പ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ട 19 കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീടുകളുടെ നിർമ്മാണമാണ് വനംവകുപ്പ് തടഞ്ഞത്. വീട് വനഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാഞ്ചിയാർ പഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി, കോഴിമല എന്നിവിടങ്ങളിലെ കുടുംബങ്ങളാണ് ലൈഫ് പദ്ധതി സഹായത്തോടെ വീട് നിർമ്മാണം ഷെഡ് പൊളിച്ചു നീക്കിയായിരുന്നു അടിത്തറ കെട്ടിയത്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ വനഭൂമിയാണെന്നും വീട് നിർമ്മിക്കാൻ അനുമതി നൽകാനാകില്ലെന്നും വ്യക്തമാക്കി വനംവകുപ്പ് പഞ്ചായത്തിന് കത്ത് നൽകുകയായിരുന്നു. ഇതോടെ ഈ കുടുംബങ്ങൾ വഴിയാധാരമായി. മുഖ്യമന്ത്രി പറഞ്ഞ ബോംബ് കോർഡിനേറ്റർക്കുമെല്ലാം പരാതി നൽകിയെങ്കിലും ഉണ്ടായിട്ടില്ല. ലോകായുക്തയിൽ അവർക്കറിയാലോ ഒന്നെങ്ങനെ വരാണ്ട് ഇത് വരുന്നത് ഇലക്ഷന്റെ തൊട്ട മുമ്പത്തെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. എറണാകുളം കളമശ്ശേരിയിൽ തിരിച്ചറിയൽ കാർഡുകൾ ഔദ്യോഗികത ഉറപ്പാക്കാൻ പോലീസ് തുടങ്ങി. കാർഡുകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും കൈമാറി. ഒഡീഷക്കാരുടെ 200-ലധികം തിരിച്ചറിയൽ രേഖകളാണ് ഒരേ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത്. കളമശ്ശേരി നഗരസഭാ പരിധിയിലെ വിടാപ്പുഴ മുതലക്കുഴി ഭാഗത്താണ് നാട്ടുകാർ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടത്. കളമശ്ശേരി പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 230 കാർഡുകൾ കണ്ടെത്തി. കാർഡുകളെല്ലാം ഒഡീഷയിലെ ഭാരതി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളവരുടേതാണ്. മണ്ഡലത്തിലെ ഒരേ പ്രദേശത്ത് നിന്നുള്ളവരുടെ കാർഡുകളാണെന്നാണ് പ്രാഥമിക നിഗമനം. ഹോളോഗ്രാം വേണ്ട ഏട്ടനെ അത് കോമഡിയാ. കോമഡി തോന്നുന്നുണ്ടോ? ഒരു സിനിമകളും പുതിയതായിട്ട് ഒന്നുമില്ല. പാട്ട് വെച്ചു ഇതിപ്പോ പായസം ഇതിലാക്കുമ്പോ കുറച്ചുകൊണ്ടൊന്ന് തോന്നെങ്കിൽ ഇത് കഴിക്കണം. ഇത്ര കഴിക്കാൻ പറ്റില്ല. ആ ചെറിയ ഗ്ലാസ് പാകം. ചോറൊക്കെ അവളെ ചോറിൽ എല്ലാരും കൂടെ ആയിട്ട് വരുന്ന എന്തിനാ? ആ പുളിഞ്ചി പിക്കിളും ടച്ച് ചെയ്തിട്ടേ ഇല്ലേ രാഷ? അതൊന്നും പലതും കണ്ടിട്ടോ. പപ്പടന്റെ ബാക്കി ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്ന സദ്യക്കൊക്കെ പായസം വയ്ക്കുമ്പോ കുറച്ചുകൂടെ വലിയ സേമിയാണുണ്ട്. അട പക്ഷെ അടയില് മുഴുവൻ പഞ്ചസാര അതുകൊണ്ട് അത് പോയ പണിയല്ലേ, സമയവും വേവാനായിട്ട്. ഇനി വേറെ കഴിക്കണേക്ക് ആ രാക്കോ ഞാൻ ഡ്രംസ്റ്റിക്കോ സാധനങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. ടൊമാറ്റോ നിന്റെ കഴിക്കലേ ഡ്രസ്സൊക്കെ തന്നിട്ട്
എന്താ ബോഡി പെയിൻ ആവുക ഭക്ഷണം കഴിച്ചിട്ട്? നേരെ നിൽക്കണില്ലേ? അത് അച്ഛനെന്റെ പപ്പടം ഒരു പീസ് പപ്പടം പപ്പട അച്ഛന് കൊടുത്ത്. അതല്ല അതല്ല ഇതൊന്ന് അതല്ല ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കല്ലേ. പായസത്തിന് കേട്ടോ ഐസ്ക്രീം പായസം അതിലങ്ങനെ കഴിക്കാൻ ഇത് ചുമന്ന കഴിക്കാം. ഐസ്ക്രീമിന്റെ ബൗളിൽ കട്ടിയായിരുന്നു, അത് തീരെ കട്ടി. ഇതാ നല്ലത്. ആ അല്ല ഇവിടെ വക്കേ പായസം കഴിക്കാം. പായസം കഴിക്കാന്നല്ല, പക്ഷെ വേഗം പൊട്ടി പോകും. ഇത് കഴിഞ്ഞാൽ കഴിക്കാറ് താല്പര്യം കഴിഞ്ഞിട്ട് ചോറ് പോണില്ലേ രാഷ്ട്രീയ? പിടിയല്ലോ എന്താ പുളിയെങ്കിലും തീരാത്ത ഇവിടെ